ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ലിറ്ററേച്ചർ എന്നുള്ളത് എഴുതണം. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇമോഷണലി അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്സ് ആണ് എന്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിറ്ററേച്ചറിന് ചെറിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻ പോലുള്ളത് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, അങ്ങനെ ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. അതിൽ ഏത് ലിറ്ററേച്ചർ ആണോ നിങ്ങളുടെ നോവൽസ് ഏത് ലിറ്ററേച്ചറാണോ അതിനെ പറ്റിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തിയറി ഉണ്ടല്ലോ, ഇപ്പോൾ ഡയസ്പോറ ഉണ്ട്, ഫെമിനിസം ഉണ്ട്, ജെൻഡർ സ്റ്റഡീസ് ഉണ്ട്, അതേപോലെ സ്ട്രക്ചറലിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഡയസ്പോറിക് വർക്ക്സ് ഉണ്ട്, ഫെമിനിസം വർക്ക്സ് ഉണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ട് ഏതാണോ തിയറി അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ചെറിയൊരു സാധനം കൊടുക്കുക, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 5-6 പോയിന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത്, നിങ്ങൾ നോവലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നോവലിൻ്റെ ചെറിയൊരു ഇതിൽ, ഇപ്പോൾ ഡയസ്പോറിക് ആണെന്നുണ്ടെങ്കിൽ ഡയസ്പോറിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് നോവൽ. നോവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു റൈറ്ററിനെ പറയുക. അപ്പോൾ മോണിക്ക അലിയുടെ ബ്രിക്ക് ലൈൻ ആ തോന്നുന്നു, അത് ഡയസ്പോറിക് വർക്കാണ്. അപ്പോൾ എന്താണ് മോണിക്ക അലി എന്നുള്ള സാധനം എന്താണ്, അവർ ഡയസ്പോറിക് ലിറ്ററേച്ചറിൽ ഒരു നോവലിൽ ഇമ്പോർട്ടൻ്റ് റൈറ്ററാണ്, അവരുടെ ഈ ഒരു വർക്കിൽ ഡയസ്പോറിക് എലമെന്റ്സ് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഓതറിനെ കുറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഓതേഴ്സിനെ കുറിച്ചിട്ട് എഴുതാം. അത് കഴിഞ്ഞ് പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്കൊരു ഇൻട്രൊഡക്ഷനിൽ എഴുതാനുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണാം. അതുപോലെ തന്നെ നമുക്കൊരു ഷോർട്ട്സ് ഇടുന്ന സമയത്ത് പരിമിതികളുണ്ട്, കുറച്ച് പോയിന്റ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ നേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റ് പ്രൊജക്റ്റിന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.